നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗുരുതരമായ രീതിയിലാണ് നമ്മളെ ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കാവക്കാട് ഇടിമിന്നലേറ്റ് പശു ചത്തു. കാവക്കാട് കൊടക്കല്ലിൽ ജോസിൻ്റെ പുരയിടത്തിനാണ് ഇടിവെട്ടിയത്. ഇടിയുടെ ആഘാതത്തിൽ തൊഴുത്തിൻ്റെ ഭിത്തി തകർന്ന് പശുവിനാണ് ഇടിയേറ്റത്. 8 ലിറ്റർ പാൽ കറക്കാവുന്ന പശു തൽക്ഷണം ചത്തുവീണു. ഇടി വീടിനേറ്റെങ്കിലും വീടിൻ്റെ ഉള്ളിൽ തീകോളം പ്രത്യക്ഷപ്പെടുകയും വീടിൻ്റെ ഇലക്ട്രിക് ഉപകരണങ്ങളും വയറുകളും എല്ലാം നിശേഷം കത്തിനശിച്ചു. ദൈവകാരുണ്യത്താൽ ആളപായമുണ്ടായില്ല. ഇടിയുടെ ആഘാതം തൊഴുത്തിലേക്ക് ഏറ്റതാണ് ആളപായമില്ലാത്തതിൻ്റെ കാരണം. ഇടിയുടെ ആഘാതത്തിൻ്റെ ഗൗരവം ഇപ്പോഴും നാട്ടുകാരിലും വീട്ടുകാരിലും പരിഭ്രാന്തി വരുത്തുകയാണ്. ചിന്നം ഭിന്നം പെയ്യുന്ന മഴ, ഏത് സമയത്തും കാലാവസ്ഥ പെട്ടെന്ന് മാറുകയും ശക്തമായ ഇടിവെട്ട് ഏത് സമയത്തും അപായം വരുത്തിവെക്കുന്നു. ആ കുടുംബത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏക മാർഗമായിരുന്നു ഈ പശു. തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. വീട്ടുകാർ രക്ഷപ്പെട്ടുകൊണ്ട് പശു മാത്രം ചത്തുപോയതിൽ നാട്ടുകാർ ദൈവത്തോട് നന്ദി പറയുകയാണ്. ജനങ്ങൾ ജാഗ്രതരായിരിക്കണം. ഏത് സമയത്തും കാറ്റും പ്രകൃതിക്ഷോഭവും അനുഭവപ്പെടാവുന്ന ഈ കാലാവസ്ഥയിൽ കുട്ടികൾ അനാവശ്യ യാത്രകളെല്ലാം ഒഴിച്ച് വീട്ടിൽ ശ്രദ്ധേയമായി കഴിയേണ്ടതാണ്. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്.